എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് സ്റ്റോറി ഇവിടെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പം ഇത് സെയിം കോസ്റ്റ്യൂമിൽ സെയിം ഡ്രസ്സിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എനിക്ക് ഈ സബ്സ്ക്രൈബ് എന്ന് പറയാൻ ഒരു മടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തോ അങ്ങനെ ഒരു കാര്യം ചോദിക്കണ പോലെ തോന്നും, അതായത് നമ്മൾ ബെഗ് ചെയ്യണ പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ ആ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണ്, എൻ്റെ സ്റ്റോറീസ് ഇഷ്ടമാണ്, കേൾക്കാൻ ഇനിയും താല്പര്യമുണ്ട്, അടുത്ത സ്റ്റോറീസൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? അച്ഛൻ്റെ ഒരു കാര്യം. അപ്പം എനിക്ക് അങ്ങനെ ലെറ്റർ കിട്ടി, നമുക്ക് സിസ്റ്റർ ആകാൻ പോകാനുള്ള ലെറ്റർ കാര്യങ്ങൾ എനിക്ക് കിട്ടി. ഞാനിവിടുന്ന് പോവുക. അപ്പം ആദ്യം നമ്മൾ ചെല്ലുന്നത് ആലുവ ഒരു മഠത്തിലായിരുന്നു കേട്ടോ. ആലുവ ഇവരുടെ തന്നെ ഒരു പ്രോവിൻസിൽ ആലുവയിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഗാസിയാബാദ്, UP ഗാസിയാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാക്കിയുള്ള സ്റ്റഡീസും കാര്യങ്ങളെല്ലാം. അപ്പം ഇവിടുന്ന് ആലുവയിൽ നിന്നു. പിന്നെ ഒരു 1.5 മന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഗാസിയാബാദിലേക്ക് പോയി. ഗാസിയാബാദിൽ ചെന്നു. അപ്പോൾ അവിടെ നമുക്ക് ക്ലാസ്സുകളെല്ലാം ഉണ്ട്. അത് ഫസ്റ്റ് സെക്ഷൻ ആസ്പിരൻ ആവാന്ന് പറയില്ലേ, അപ്പം അതുപോലെ ആസ്പിറേഷൻ ഇതിനകത്തേക്ക് സെക്ഷനിലേക്ക് ഞാൻ കടന്നു. അപ്പോൾ സിസ്റ്റർ ആകാനുള്ള ബാക്കിയുള്ള സ്റ്റഡീസ് എല്ലാം തുടങ്ങി. ലാംഗ്വേജസ് സ്റ്റാർട്ട് ചെയ്തു, ഹിന്ദി കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും അത്ര വലിയ ഫ്ലുവൻ്റ് ഒന്നല്ല കേട്ടോ, പഠിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയില്ലേ, എനിക്ക് വിശുദ്ധിയാവണം. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും വരില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, ഫോഴ്സ്ഫുള്ളി ആയിരിക്കും വരാം. അതുപോലെ തന്നെ ഡീപ്പായിരിക്കും. ഒരാൾക്കും അതിൽ നിന്ന് തന്നെ പിന്മാറാൻ പറ്റാന്ന് വെച്ചാൽ നടക്കില്ല. അത്രയും ഇപ്പോഴങ്ങനെയില്ല. എനിക്കൊന്നും ആ പക്വത ഇല്ലാത്തൊരു സമയത്തായിരിക്കാം എനിക്ക് അങ്ങനെയെന്ന് തോന്നുന്നു. ഇപ്പൊ വന്ന് നമ്മൾ കുറെ എക്സ്പീരിയൻസ്ഡ് ആയി, വലിയ ആഗ്രഹം പിടിച്ചിട്ടും കാര്യമൊന്നും ഇല്ലാന്ന് നമുക്ക് തോന്നൂലേ. അപ്പൊ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ അതിപ്പോ അങ്ങനെ അത്രയും കുറവാണ്. പക്ഷെ പണ്ടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ആഗ്രഹിച്ചു, ഇത് നടക്കണം, നടന്നേ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രയത്നം. അപ്പൊ പിന്നെ ഞാനൊക്കെ ഈ നവമാലിക എന്ന് പറഞ്ഞ ബുക്കിനെ ബേസ് ചെയ്തിട്ട് പിന്നെ എൻ്റെ ലൈഫുകളെല്ലാം പോണേട്ടാ. അപ്പൊ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൊട്ട് മുൻപിലത്തെ വീഡിയോയിൽ പറഞ്ഞോന്നറിയില്ല, കൊച്ചു ത്രേസ്യ പുണ്യാളത്തി എന്ന് പറഞ്ഞ ആളുടെ ഒരു ജീവചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര സാക്രിഫൈസ് ചെയ്ത് വന്നേക്കുന്ന ഒരു വിശുദ്ധയാണ്. വെരി ഷോർട്ട് ടൈമിലാണ് അവരുണ്ടായിരുന്നുള്ളൂ. അവരുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ചൊരു സമയത്തേക്കായിരുന്നു. പക്ഷെ ആ ലൈഫ് ഫുള്ള് അവര് മഠത്തിൽ ചേരുന്നതിന് മുൻപ് തന്നെ എത്രയോ വർഷം, എനിക്കൊരു 5-10 വയസ്സ് മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക, സാക്രിഫൈസ് ചെയ്യുക. അതും ലക്ഷറി ലൈഫിൽ ജീവിക്കാവുന്ന ഒരാളാണ്. അപ്പൊ ആ ലൈഫൊക്കെ വിട്ടിട്ടാണ് ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഇവിടെ ഒരു വിശുദ്ധിയായിട്ട് പ്രശോഭിക്കുന്നത്. പക്ഷെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല. ഞാൻ വന്നത് വലിയ ചെറുപ്പം മുതൽ ഒരുപാട് ത്യാഗം സഹിച്ചോ, സാക്രിഫൈസ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു വിശുദ്ധിയാവാനുള്ളൊരു പ്രിപ്പറേഷനോ, സിസ്റ്റർ ആവണം എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് ഭക്തിയും കാര്യങ്ങളുള്ളൊരു ഫാമിലിയോ, ഇതൊന്നുമല്ല. പക്ഷെ എനിക്കിങ്ങനെ തോന്നാണ് എനിക്കിതാവണം. അപ്പൊ ഞാൻ ആളുടെ സ്റ്റോറീസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാക്രിഫൈസ്, അതായത് സുപ്പീരിയേഴ്സ് ചീത്ത പറയുമ്പോൾ സൈലന്റ് ആയിരിക്കും, മാറിപ്പോയി നിന്ന് അത് ഈശോയ്ക്ക് കാഴ്ചവെക്കും, ഇതെന്റെ ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കും. ഇങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ വായിച്ച് പിന്നെ അലക്കുമ്പോൾ വെള്ളം തെറിച്ചപ്പോൾ ഒക്കെ അത് ക്ഷമിക്കും, പുള്ളിക്കാരത്തി തിരിച്ചൊന്നും പറയില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പൊ അതിൽ കൂടുതൽ അപ്പൊ ഞാനിത് ഇങ്ങനെ എല്ലാം ഓരോ പേജസ് വായിക്കുമ്പോഴും ഇതിലെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെനിക്ക് എന്തെങ്കിലും ലൈഫിൽ കോപ്പി ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ആലോചിച്ചിട്ട് കോപ്പി ചെയ്ത് പോവാം. അതായത് ഇപ്പൊ സുപ്പീരിയേഴ്സ് അവര് ചിലപ്പോൾ എന്നെ ഉള്ള കാര്യത്തിനായിരിക്കും ചീത്ത പറയണേ, എന്നാലും നമ്മുടെ മിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് എന്തെങ്കിലും ചീത്ത പറയുമ്പോൾ ഇതെല്ലാം ഈശോയ്ക്കുള്ള ഗിഫ്റ്റാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പോവാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നവമാലികയിൽ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ കേൾക്കുവാണ്, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് പ്രയറിൽ നിന്നാണല്ലോ. അപ്പൊ ഈ പ്രയർ ചെല്ലുമ്പോൾ ആള് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആരും കാണാതെ ചിലപ്പോൾ ചരളില്, അതായത് ചെറിയ കല്ലില് മുട്ടുകുത്തി നിൽക്കും, അല്ലെങ്കിൽ മണല് കൊണ്ടുവന്നിട്ട് ആരും കാണാതെ മണലില് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അപ്പൊ ഇതിങ്ങനെ കേൾക്കുക. പിന്നെ എനിക്ക് അടുത്ത ലക്ഷ്യം ഇതായി, എങ്ങനെയെങ്കിലും കുറച്ച് മണല് സംഘടിപ്പിക്കണം, ആരും കാണാതെ കൊണ്ടുപോയി അതിൽ മുട്ടിൽ നിൽക്കണം, പ്രാർത്ഥിക്കണം, വിശുദ്ധിയാവണം. അപ്പൊ എനിക്ക് കിട്ടിയേ പറ്റും മണല്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഗാർഡനിങ്ങിന്റെ സമയത്ത് കുറച്ച് മണലിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ വേഗതാർത്തിയോട് കൂടിയിട്ട് കുറച്ച് ഇതിങ്ങനെ പാക്കറ്റുകളിലാക്കി കാണാതെ കൊണ്ടുവന്ന് ഞാൻ റൂമിൽ വെച്ചു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞൊരു റൂം അവിടെ ഇല്ല, ഡോമെട്രി ആണ് കേട്ടോ. അപ്പൊ ഈ ഡോമെട്രിയിൽ എനിക്ക് ഞാൻ എൻ്റെ ബാച്ചിൽ 7 പേരായിരുന്നു. അപ്പൊ 7 പേരുണ്ട്.
എന്നാലും ഞാനത് കാണാതെ വെച്ചു. അപ്പം ഞാൻ പിന്നെ മുതൽ നൈറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് എനിക്ക് ഏതൊരു ഡ്രസ്സ് പഴയത് ഞാൻ കീറിയിട്ട് 2 ഭാഗം സ്റ്റിച്ച് ചെയ്ത്, അതായത് കൈ കൊണ്ട് അതിനെ തുന്നി അതിനകത്ത് നിറയെ ഈ മണലിട്ട് മുട്ടുകുത്തിക്കാൻ പാകത്തിന് ആ മുട്ടിൻ്റെ ഒരു സ്പേസിൽ 2 ഇതിങ്ങനെ കുഞ്ഞു പില്ലോ പോലെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വെച്ച് രാത്രി കൈ വിരിച്ച് പിടിച്ച് നീ മുട്ടുമ്പോൾ നിന്ന് മുട്ട് പൊട്ടണത് എൻ്റെ കണക്കിട്ടോ. അപ്പം നിന്ന് പ്രാർത്ഥിക്കണേൻ്റെ ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ എനിക്ക് വിശുദ്ധിയാവണം. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം അതിൽ പിന്നെ പേജുകൾ വായിച്ചപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എവിടെയോ മാതാവും ഈശോയും ഒക്കെ കൊച്ചു റസിക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ടും ഞാനൊരു വിശുദ്ധി ആവാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മാതാവും ഈശോയും പ്രത്യക്ഷപ്പെടണമല്ലോ, എന്നാൽ മാത്രമാണ് ഞാനൊരു വിശുദ്ധി ആവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം പിന്നത്തെ പ്രാർത്ഥനയെല്ലാം എനിക്ക് മാതാവ്, ഞാൻ കൊന്തയാണ് ചെയ്യേണ്ടത്. കൊന്ത എന്ന് പറയുന്നത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് കൊന്ത. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് നോക്കി പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സ് ഉണ്ട്, അവരാരും പിന്നെ ശ്രദ്ധിക്കണില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഡിസിപ്ലിൻ ലൈഫ് അതിൻ്റെ അകത്ത്. കാരണം ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ കിടക്കണം. രാത്രി നമ്മൾ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സൈലൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പാടില്ല. ഇങ്ങനെ കുറേ ലോസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഡിസിപ്ലിനൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടാലും ആരും ചോദിക്കില്ല ആ സമയത്ത് എന്തിനാ ഈ സമയത്ത് മുട്ടുകുത്തി നിൽക്കണേന്നോ പ്രയർ ചേരണേന്നോ ഒന്നും ചോദിക്കില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനാണ് ആ ഡോറെല്ലാം ക്ലോസ് ചെയ്ത്, ഡോർമെട്രിയുടെ ഡോറ് ക്ലോസ് ചെയ്ത് വരുന്നത് ഞാനാണ് അന്ന്. അപ്പം ഞാനിങ്ങനെ വന്നു. അപ്പം എനിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടയ്ക്കാൻ പേടിയാണ്, അത്രയും പേടിയുള്ള ഒരാളാണ്. അതായത് പേടിത്തൊണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാച്ചിൽ ഏറ്റവും പേടിത്തൊണ്ടി ഞാൻ ഒരാളില്ലാതെ ഇതിൻ്റെ പുറത്തേക്ക് പോലും കിടക്കില്ല, അത്രയ്ക്കും പേടിയുള്ള സമയമാട്ടാ. അത് മനുഷ്യരെയാണോ എന്തിനാണോ പേടി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പം ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ഒരു സെക്യൂരിറ്റി ചാക്കിദാർ ഇങ്ങനെ എപ്പോഴും റൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ മഠം 4 ഘട്ട മഠം. അപ്പം ഈ സെക്യൂരിറ്റി എപ്പോഴും പോകുമ്പോൾ ഈ വിസിലിനൊരു പ്രത്യേക ഒരു സൗണ്ട്, അതായത് ഒരു വൃത്തികെട്ട സൗണ്ട് എന്ന് പറയില്ലേ, നമ്മൾ പേടിക്കുന്നവരെ കൊല്ലും അതുപോലത്തെ ഒരു സൗണ്ട് ആട്ടോ. പേടിയുള്ളവർ അത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കുഴഞ്ഞു വീണ് മരിക്കും. അതുപോലത്തെ ഒരു സൗണ്ടിൽ ഒരു വിസിലടിച്ചിട്ട് ഈ സെക്യൂരിറ്റി ഇങ്ങനെ നടക്കും. സെക്യൂരിറ്റി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പം എനിക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതായത് ഈ തച്ചൻ കോഴി, കൂമൻ തച്ചൻ കോഴി, ഇതൊക്കെ ഒരാളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കക്ഷി ഒച്ചയെടുക്കുമ്പോൾ എനിക്ക് വീട്ടിൽ ഇങ്ങനെ അമ്മച്ചമ്മ പറയായിരുന്നു, ഇത് കാലൻ കൂവണതാ. അതായത് ഈ കിളി കൂവണതിൻ്റെ ടോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുഴിക്കവാ ആ ഒരു ടോണ്, അതായത് നമ്മളെ മരണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം ഈ സെക്യൂരിറ്റി ത്രൂ ഔട്ട് ഇത് അടിച്ചിട്ട് പോകുമ്പോൾ മൊത്തം കുഴിക്കവാ എന്ന് കേട്ടിട്ടാണ് ഞാനിത് പ്രാർത്ഥിക്കുന്നത്. അപ്പം കണ്ണ് തുറക്കില്ല. ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ പേടിച്ചു പോകും. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഈ സൗണ്ട് കേട്ട് നമ്മൾ ചാടി എണീക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ പേടിയുണ്ടെന്ന് എനിക്ക് പറയാനും ആരോടും ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഈ സെക്യൂരിറ്റി ത്രൂ ഔട്ട് ഈ വിസിലടിച്ച് നടക്കണോണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറക്കില്ല, കണ്ണ് അടച്ചു പിടിച്ചിട്ടാണ് ഈ കൊന്തയെത്തിക്കണേ. അങ്ങനെ കൊന്തയെത്തിച്ചുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കും അങ്ങനെ. അപ്പം ഞാൻ തന്നെയാണല്ലോ എല്ലാം. ആ സമയത്ത് ഞാനാണ് സൂപ്പർവൈസിങ് ഞങ്ങളുടെ, അതായത് ഓരോരുത്തർക്ക് റൊട്ടീൻസ് ഇങ്ങനെ മാറി വരും. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഡോമട്രിയുടെ റൊട്ടീൻസ്, ചാപ്പലിൻ്റെ റൊട്ടീൻസ് ഉണ്ടാവും, പിന്നെ ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളുണ്ടാവും. അപ്പം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഡോമട്രി. അപ്പം ക്ലീൻ ആണോ എന്ന് നോക്കുക, ക്ലീൻ ചെയ്യുക, വാഷ്റൂം ക്ലീൻ ആണോ എന്ന് നോക്കുക, ഡോറ് വൈകിട്ട് ക്ലോസ് ചെയ്തിട്ടാണോ കിടക്കണേന്ന് നോക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഡോറ് ലോക്ക് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ഇവരെല്ലാം ഉറങ്ങിയതിന് ശേഷം ഒരു കള്ളീനെ പോലെ വന്നിട്ട് ഈ 2 മണലിൻ്റെ പില്ലോ എടുത്ത് വെച്ച് അതിൽ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് അപ്പം കണ്ണ് ഇറുക്കി അടച്ചു പിടിച്ചാണ്, തുറക്കില്ല. ഏതൊരു ഡിസ്ട്രാക്ഷൻ വന്നപ്പോൾ ഞാൻ കണ്ണ് തുറന്നപ്പോൾ എൻ്റെ മുന്നിൽ ഒരു രൂപം ഇങ്ങനെ ഞാൻ കാണാട്ടോ. അതായത് സിസ്റ്റേഴ്സിൻ്റെ വെയിലില്ലേ തലയിൽ അവരിടുന്ന അങ്ങനെ വെയിലെന്ന് പറയാം. അപ്പോൾ ഈ വെയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഗൗൺ പോലെ, സിസ്റ്റേഴ്സിൻ്റെ ഡ്രസ്സ് സിസ്റ്റേഴ്സിൻ്റെ അല്ല, ഒരു ഗൗൺ, ഫുൾ ഗൗൺ, അതിൽ ഈ വെയിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ ഒരു നോട്ടം നോക്കി പേടിച്ചു പോവാന്ന് പറയില്ല, അതായത് പേടിച്ചിട്ട് എൻ്റെ ശ്വാസം അവിടെ നിന്നു. പിന്നെ എനിക്ക് ശ്വാസമില്ല. എനിക്ക് തോന്നി കുഴഞ്ഞു വീഴുമായിരുന്നോ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും എടുത്തുമില്ല. ഞാൻ പിന്നെ ആ ഒരു നോട്ടം നോക്കി ഞാൻ കണ്ടു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ സ്പീഡിൽ എൻ്റെ അടുത്ത് അങ്ങനെ പോവുക. അപ്പോൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മേത്ത് ഒരാൾ അടുത്തേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കാറ്റ് പോലെ വരുമല്ലേ. അപ്പോൾ ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം വിട്ടുപോയി. പക്ഷെ അപ്പോഴേക്ക് ഞാൻ ഒരു കണക്കിന് തപ്പി പിടിച്ച് ബെഡിലേക്ക് കയറി പുതച്ചു മൂടി വേർത്ത് പൊളിച്ചു. എനിക്ക് തോന്നുന്നു ഹാർട്ട് ബീറ്റ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കൊന്തയും പിടിച്ചു. പിന്നെ പ്രാർത്ഥനയൊന്നുമില്ല. അതിനിടെ കൂടെ ഈ സെക്യൂരിറ്റി ഇങ്ങനെ കുഴിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിരിക്കുക.
ഇതോടുകൂടി ഞാൻ ചോദിച്ചു നേരം വെളുപ്പിക്കുമോ, എന്തായിരിക്കും അവസ്ഥ? ഈ ഡിസിപ്ലിൻ അനുസരിച്ച് അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ഒരാളെ എനിക്ക് വിളിച്ചിട്ട് ഇതാന്ന് പറയാനും പേടി. നമുക്ക് നെഗറ്റീവ് മാർക്സ് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ ഈ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ നല്ല പോലെ അവർ വാച്ച് ചെയ്യും നമ്മുടെ ക്യാരക്ടേഴ്സ് എന്താണെന്നൊക്കെ. അപ്പം ഞാനങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ എണീക്കാത്തത് കൊണ്ട്, ഞാനാണല്ലോ റൂം ഡ്യൂട്ടി, എണീക്കാത്തതുകൊണ്ട് അടുത്തുള്ളൊരു ബിന്ദു എന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു സിസ്റ്ററായിട്ടോ, ബിന്ദു സിസ്റ്ററായിട്ടുണ്ട്, ജോമോള് ബിന്ദു ഒക്കെ. അപ്പം ഇവർ വന്നിട്ട് എന്നെ തോണ്ടിയിട്ട് എണീക്കെന്ന് പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞു എനിക്ക് എണീക്കാൻ പറ്റണില്ല. അപ്പം നോക്കിയപ്പോൾ അവർ നല്ല പനി, കൊണ്ടുപിടിച്ച പനി. അപ്പം അവർ വേഗം പോയിട്ട് സിസ്റ്ററെ വിളിച്ചു. അപ്പം ഞങ്ങളുടെ മിസ്ട്രസിൻ്റെ പേര് റെജീന എന്നായിരുന്നു കേട്ടോ. റെജീന സിസ്റ്റർ മരിച്ചു കേട്ടോ, റെജീനയായിരുന്നു. അപ്പോൾ സിസ്റ്റർ റെജീനയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ സോജിക്ക് തീരെ വയ്യാട്ടോ. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് എന്താ പറ്റി, പെട്ടെന്ന് പനി വരാൻ എന്താ കാരണം? അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ലേ സിസ്റ്റർ, എനിക്ക് എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് പനി വന്നു. അപ്പോഴും ഞാനിങ്ങനെ മാതാവിനെ കണ്ട കാര്യമോ ഒന്നും പറയണില്ല കേട്ടോ. സിസ്റ്റർ പറഞ്ഞു ഓക്കെ എന്നൊരു കാര്യം ചെയ്യും, സിക്ക് റൂമിലേക്ക് മാറാം. അപ്പം അങ്ങനെ പനി വരുന്നവർക്ക് പോകേണ്ടത് ഈ സിക്ക് റൂം എന്ന് കേട്ടോടുകൂടി എൻ്റെ ഉള്ളിൽ നിന്നൊരു തീ ആളിയെന്ന് പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായി. കാരണം സിക്ക് റൂമിൽ ചിലപ്പോൾ ഞാൻ തന്നെ ഇരിക്കും. അവിടെ ഏതെങ്കിലും പേഷ്യൻസ് ആയിട്ടുള്ള സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡിലുള്ള ഇപ്പം പേഴ്സണൽസിലോ അല്ലെങ്കിൽ ഓഫ്ഷീറ്റിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് എനിക്കൊരു കമ്പനി അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഒരു റൂമിൽ ഞാൻ കിടക്കണം. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് അതിലും പേടി. പെട്ടെന്ന് പിന്നെയും പനി കൂടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്നു. വൈകിട്ട് സിക്ക് റൂമിലേക്ക് മാറ്റാം. സിക്ക് റൂമിൽ നിന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റർ ഇതുപോലെ തന്നെ പനിയായിട്ട് സിസ്റ്റർ അവിടെ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ വന്ന് ഞങ്ങൾക്ക് അങ്ങനെ രാത്രി സിസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ ഇവിടെ ഒന്നും സംസാരിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് സൈലന്റ് ടൈം എന്ന് പറയുന്നത് ഒരു റിക്രിയേഷൻ ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും സംസാരിക്കില്ല. ഇപ്പം അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം മഠത്തിൽ ആരും പിന്നെ സംസാരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എമർജൻസി ആണെങ്കിൽ മാത്രമാണ് ഒരു കോൺവെർസേഷൻ വരാവും. അപ്പം സിസ്റ്ററോട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാനവിടെ പോയി കിടന്നു. രാത്രിയായി. ഞാനിങ്ങനെ കൊന്തിറക്കി പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര കരച്ചില്ല രാത്രി. ദൈവം ഞാൻ മാതാവിനെ കണ്ടു. എനിക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്, എന്നാലും എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടുല്ലോ. അപ്പം എനിക്കിത് ആരോടും ഞാൻ പറയണില്ല. അപ്പം അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പനി വിട്ടു മാറുന്നില്ല. ഭയങ്കര പനി. കാരണം രാത്രിയാകുമ്പോൾ വീണ്ടും കൂടും. ഈ സെക്യൂരിറ്റിയും ഇതും അതും എല്ലാം കൂടി ഒരു ട്രോമ പോലെ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് പിന്നെയും പനി വരും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിലേക്ക് വിളിക്കണം റെജിന സിസ്റ്റർ എന്ന്. സിസ്റ്ററിൻ്റെ അതിനെന്താ മോൻ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വേഗം. അപ്പം എനിക്കറിയില്ലായിരുന്നു നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ സിസ്റ്റേഴ്സ് അവരുടെ റൂമിൽ എടുക്കും. ഈ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, അപ്പം അതെടുക്കാൻ പറ്റും. അതെടുത്തിട്ട് അവർ ഫുള്ള് കേൾക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. കാരണം നമ്മൾ എന്താ വീട്ടുകാരായിട്ടുള്ള ഇൻട്രാക്ഷൻ, നമുക്കിനി മടത്തിൽ നിന്ന് പോകണമെന്നാണോ, അപ്പം അതനുസരിച്ച് നമ്മളെ ഗൈഡ് ചെയ്യാനായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങനെ വിളിച്ചിട്ട് അമ്മച്ചിയോട് ഇങ്ങനെ പറയാം, അമ്മച്ചി ഞാൻ മാതാവിനെ കണ്ടു അമ്മച്ചി, എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പനി. ഇത് കേട്ടോടുകൂടി അമ്മച്ചിയുടെ വോയിസ് അവിടെ ബ്രേക്കായി. ഇവിടെ നീ സത്യമാണോ പറയണത്? അപ്പം അമ്മച്ചിയുടെ മനസ്സിലുണ്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പോന്നേക്കണേ വിശുദ്ധിയാവും. അതേ അമ്മച്ചി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അതൊക്കെ പ്രാർത്ഥിച്ച് എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, ശരിക്കും കണ്ടു അമ്മച്ചി, ഞാൻ ഫേസ് ക്ലിയർ ആയിട്ട് കണ്ടില്ല പക്ഷെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ സിക്ക് റൂമിലേക്ക് തന്നെ പോവാം. അപ്പം എൻ്റെ പിറകെ റെജീന സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു. അപ്പം സിക്ക് റൂമിൽ മറ്റേ സിസ്റ്റർ ഇല്ല, ഞാൻ റെജീന സിസ്റ്ററും തന്നെയുള്ളൂ. എന്താ ശരിക്കും പറ്റിയേ? ഞാൻ പറഞ്ഞു ഇല്ല പനി തന്നെ. പനി തന്നെ അല്ലല്ലോ, എന്തെങ്കിലും കണ്ട് പേടിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും കണ്ട് പേടിച്ചില്ല. അല്ല സോജി സിസ്റ്ററാൻ പഠിക്കണാണേ, നുണ പറയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സിസ്റ്റർ വേറൊന്നുമില്ല. അപ്പോഴെൻ്റെ മനസ്സിൽ നുണ പറഞ്ഞാലും കുഴപ്പമില്ല, ഇത് ദൈവവും ഇത് മനുഷ്യനാണ്, അപ്പം നമ്മൾ ദൈവത്തിനോട് കൂറും മതിയല്ലോ. അപ്പം സിസ്റ്റർ ചോദിച്ചു ഇല്ല എന്തോ കണ്ട് പേടിച്ചു സത്യം പറയുന്നു. അപ്പം ഞാൻ പിന്നെ ലാസ്റ്റ് ആ സിസ്റ്ററെ ഞാനിങ്ങനെ ഒക്കെ ചെയ്യായിരുന്നു, എനിക്ക് വിശുദ്ധയാവാൻ ഭയങ്കര ആഗ്രഹം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടു. സിസ്റ്ററിനപ്പോൾ ഒരു ചിരി വരുന്നുണ്ട്, പക്ഷെ സിസ്റ്റർ ചിരിക്കണില്ല കേട്ടോ. സിസ്റ്റർ വേഗം ഇങ്ങനെ വെച്ചിട്ട് ആ മാതാവിനെ കണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനെ കണ്ടു. എങ്ങനെയായിരുന്നു മാതാവ്? നല്ല വെളുത്തതായിരുന്നു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഒരു ഷാഡോ പോലെ ഞാൻ കണ്ടുള്ളൂ, ഞാൻ ഒറ്റ നോട്ടം നോക്കിയുള്ളൂ. അപ്പം സിസ്റ്റർ മാതാവിനെ കാണുമ്പോൾ ഇപ്പം സൂക്ഷിച്ച് നോക്കണ്ടേ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് പേടിയായിരുന്നു, ഞാൻ പിന്നെ നോക്കിയില്ലാന്ന്. എന്നാലും മാതാവിന് എത്ര ഹൈറ്റ് ഉണ്ടാവും? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു റെജീന സിസ്റ്റർ അടുത്തൊക്കെ ഹൈറ്റ് ഉണ്ടാവിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത്രേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ സിസ്റ്റർ എന്ന്. എത്ര വെയിറ്റ് ഉണ്ടാവും, വണ്ണം എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വണ്ണം സിസ്റ്ററുടെ ഒക്കെ പോലെ തന്നെ. ഇത് പറഞ്ഞപ്പോഴേക്കും സിസ്റ്റർ ഭയങ്കര ചിരി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ചോദിച്ചു എന്തിനാ ചിരിക്കണേ സിസ്റ്റർ? അപ്പോൾ സിസ്റ്ററിന് എൻ്റെ കൊച്ചേ ഇത് ഞാൻ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ
രാത്രി കിടക്കുമ്പോൾ ഈ ഡിസിപ്ലിൻഡ് ആയിട്ടാണോ കിടക്കണേന്ന് അറിയാനായിട്ട് ഇതിലൊരു സീക്രട്ട് ഡോർ ഉണ്ട്. അപ്പൊ നമ്മുടെ വിചാരം ഈ വലിയ ഡോർ അടച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് ആരും കയറില്ലെന്ന്. പക്ഷെ സിസ്റ്ററിന് കയറി വരാനായിട്ട് അത് ഈശോയുടെ വലിയൊരു രൂപം വെച്ചിട്ട് അത് ഡോറായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അത് നമുക്കറിയില്ല, പ്ലെയിൻ ഭിത്തിയാന്ന് തോന്നുള്ളൂ. എനിക്ക് പിന്നെ സിസ്റ്റർ നിന്നും ഭയങ്കര ചെയ്യും. എനിക്ക് അതുവരെ ഉണ്ടായ ഭക്തി ഉണ്ടല്ലോ അവിടെ വെച്ച് എനിക്ക് പോയി. ഞാൻ വിചാരിക്കും നമ്മള് എക്സ്പെക്ടേഷൻ ചെയ്തതിന്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഇതിങ്ങനെ ഭയങ്കര നിർവൃതിയിലിരിക്കുക. ഇനി അടുത്ത വിശുദ്ധ ഞാൻ തന്നെ സോജി സിസ്റ്റർ ആയിരിക്കും അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് സിസ്റ്ററാന്ന് പറഞ്ഞോടുകൂടി പിന്നെ എൻ്റെ കിളി പോയി. അപ്പൊ ഞാൻ വിചാരിക്കും ഭാഗ്യം ഞാൻ വേറെ ആരോടും പറയാതിരുന്നത്. അപ്പൊ അങ്ങനെ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാണ്, ഞാൻ മാതാവിനെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഞാനത് വീഡിയോയിൽ ഞാൻ തമാശയാക്കി പറഞ്ഞെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രയർ പന്തയാണ്. ഏറ്റവും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ഓർക്ക മാതാവിനോട് പ്രാർത്ഥിക്കാനാണ്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് മാതാവ് അങ്ങനെ പ്രത്യക്ഷപ്പെടുക, ആ ഒരു പ്രസൻസ് കിട്ടാനുള്ള ഭാഗ്യം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തമാശയായിട്ട് കരുതുന്നു വിചാരിക്കണം. താങ്ക് യു.